അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ അത് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മഹത്തായ ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. വലിയ മഹത്വമുള്ള സൂറത്താണ്. ഈ സൂറത്തിന്റെ പോർഷൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരും ഇത് ഓതാതിരിക്കുകയില്ല. അങ്ങനെ ഒരുപാട് ധാരാളം പോർഷനുള്ളതാണ്. അത് ഏത് സമയത്താണ് നമ്മൾ ഓതേണ്ടിയുള്ളത്, ഏത് സൂറത്താണ്, അത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ, ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെടുന്നതാണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ. ഉദാഹരണത്തിന് സാമ്പത്തികമായി ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൂറത്ത് ഓതി നോക്കും. മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നല്ല സാമ്പത്തിക ഉയർച്ച അല്ലാഹു നൽകുന്നതാണ്. പരിശുദ്ധ ഖുർആൻ എന്തിനും ശിഫ കിട്ടുന്ന ഒരു ഗ്രന്ഥമാണ്. മാത്രമല്ല മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമാകുന്നു. പരിശുദ്ധ ഖുർആൻ ഇഹപര വിജയത്തിനുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ ഖുർആൻ ഓതാൻ പലർക്കും സമയമില്ല. പലരും മൊബൈൽ നോക്കിയും അല്ലാതെയും സമയങ്ങൾ കളയുന്നു. മൊബൈൽ നിങ്ങൾ നോക്കേണ്ടതല്ല പറഞ്ഞത്. മൊബൈൽ കൂടി നല്ലതും കാണാം, ചീത്തയും കാണാം, ഹറാമ് കാണാം. ഹറാമുകൾ നമ്മൾ പാടെ ഉപേക്ഷിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കണ്ണുകൊണ്ട് നിങ്ങൾ ഹറാം കാണരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ കണ്ണുകൊണ്ട് നിങ്ങൾ ഹറാം കാണാത്തവൻ അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാണരുതെന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് ഹറാം കാണുമ്പോൾ അല്ലാഹു തരുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ മുഅ്മിനീങ്ങളെ? കണ്ണിനകത്തേക്ക് അല്ലാഹു ഈയം ഒരുക്കി ഒഴിക്കുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു തന്ന രണ്ട് കണ്ണുകൾ കൊണ്ട് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, നന്മകൾ ധാരാളം ചെയ്യുക, ഹറാമുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. പടച്ചവനെ, എല്ലാം നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നിങ്ങൾ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഖുർആൻ ഓതുക, നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. അപ്പോൾ ഖുർആൻ നിങ്ങൾ ഓതണം മുഅ്മിനീങ്ങളെ. നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ പോലും അറിയാതെ അല്ലാഹു സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. ഓരോ സൂറത്തുകൾ നാം ഓതുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ, ഗുണങ്ങൾ, അതുപോലെ തന്നെ രണ്ട് ലോകത്തും കിട്ടുന്ന വിജയങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ അവരുടെ ഗ്രന്ഥങ്ങൾ ധാരാളം ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാനും അമൽ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ധാരാളം മഹത്വങ്ങളുള്ള ഒരു സൂറത്തിനെ പറ്റിയാണ്. ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു സൂറത്തിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയുന്ന, നമസ്കാരത്തിൽ ഓതാറുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അപ്പൊ ഈ മഹത്തായ സൂറത്തിൽ ലൈലത്തുൽ ഖദറിന്റെ മഹത്വമാണ് അതിൽ വിശദീകരിക്കുന്നത്. ലൈലത്തുൽ ഖദറിന്റെ മഹത്വമാണ്. അതിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞാൽ ഒരിക്കലും നാം ആ സൂറത്തിനെ ഓതാതിരിക്കുകയില്ല. നമ്മുടെ ഇരുലോക വിജയങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും ഈ സൂറത്ത് പരിഹാരമാണ്. മഹാന്മാർ ഇതിന്റെ മഹത്വം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ ഇവിടെ പറയാം. ഒന്നാമത്തേത്, ഈ സൂറത്ത് ശൈത്താനെ ആട്ടി ഓടിക്കാൻ പറ്റിയ നല്ലൊരു സൂറത്താണ് സൂറത്തുൽ ഖദർ. നീ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഈ സൂറത്ത് ഓതിയാൽ ആ വീട്ടിൽ ശൈത്താൻ പ്രവേശിക്കുകയില്ല. എല്ലാത്തിന്റെയും മെയിനായിട്ടുള്ള പ്രശ്നം ശൈത്താനാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പിശാചാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് പോയാൽ, അതുപോലെ വരുമ്പോഴും ഓതിയാൽ പിശാച ഭവനങ്ങളിലേക്ക് കയറുന്നതല്ല. അതുപോലെ തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നു, എല്ലാ ഇൽമുകളും നമുക്ക് കാണാതെ പഠിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ. ആരെങ്കിലും ഈ സൂറത്തുൽ ഖദർ മനഃപാഠമാക്കിയാൽ എല്ലാ ഇൽമുകളും കാണാതെ പഠിച്ചൊരു പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി നാം ഈ സൂറത്ത് ഓതിയാൽ അഥവാ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരാളുടെ ഖബർ സിയാറത്തിന് പോയിട്ട് 7 പ്രാവശ്യം ആ ഖബറിന് അരികിൽ വെച്ച് ഓതിയാൽ ആ ഓതിയ ആൾക്കും ഖബറാളികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഖബറിൽ നിന്നും
അതുപോലെ ഖബറിൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിൽ നിന്നും അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഇനി ആരെങ്കിലും ഈ സൂറത്തുൽ ഖദർ വുളൂഅെടുത്തതിനു ശേഷം ഓതിയാൽ അവൻ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ചെറുദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് അവന്റെ വിരിപ്പിൽ ഇരുന്നിട്ട് അഥവാ ഈ സൂറത്തുൽ ഖദർ 11 പ്രാവശ്യം ഓതിയാൽ ശൈത്താനിൽ നിന്നും അല്ലാഹു കാവൽ നൽകുന്നതാണ്. 11ഓളം മലക്കുകളെ അല്ലാഹു അവനിലേക്ക് അയക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ മുഅ്മിനീങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ വീഴാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ. ഒരു മനുഷ്യന് എന്തെല്ലാം ആവശ്യങ്ങളാണ് സാധിക്കാനുള്ളത്, അതിനൊക്കെ പരിഹാരമാണ് ഈ സൂറത്ത്. വിഷമം അനുഭവിക്കുന്ന മനുഷ്യൻ, അതുപോലെ തന്നെ രോഗിയായ മനുഷ്യൻ, യാത്രക്കാരൻ, ജയിലിൽ അകപ്പെട്ടവൻ, അതുപോലെ തന്നെ എന്തെല്ലാം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ടെൻഷനുകൾ അനുഭവിക്കുന്നവർ ഈ സൂറത്ത് ഓതിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. അതുപോലെ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു, ദരിദ്രൻ ഓതിയാൽ ഐശ്വര്യവാനാകും, ബലഹീനൻ ഓതിയാൽ ശക്തവാനാകും. അതുപോലെ തന്നെ ദുനിയാവിലെയും ആഖിറത്തിലെയും ശിക്ഷയിൽ നിന്ന് അവനല്ലാഹു സംരക്ഷണം നൽകുന്നതാണ് ഈ സൂറത്ത് ഓതുന്ന വ്യക്തിക്ക്. ഒരുപാട് മഹത്വങ്ങളുണ്ട്. സൂറത്ത് പതിവായി ഓതിയാൽ ആരോഗ്യത്തിലും അല്ലാഹുവിന്റെ രക്ഷയിലും അവനായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച 1000 തവണ ഓതിയാൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ആവശ്യ നിർവഹണത്തിന് ഒരുപാട് ആവശ്യമുള്ളവരാണല്ലോ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് പുറപ്പെട്ടാൽ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. സന്തോഷങ്ങൾ അല്ലാഹു അവന് നൽകുന്നതാണ്. സന്തോഷത്തോടെ തിരിച്ചു വരാൻ അവന് കഴിയുന്നതാണ്. അതുപോലെ തന്നെ മഴ വർഷിക്കുമ്പോൾ ഈ സൂറത്തുൽ ഖദർ 100 പ്രാവശ്യം ഓതിയിട്ട് ഭൗതികമായ ഏത് കാര്യമോ ആത്മീയമായ ഏത് കാര്യം പ്രാർത്ഥിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ റബ്ബ് നമുക്ക് സാധിപ്പിച്ചു തരുന്നതാണെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാർത്ഥനയ്ക്ക് അതിവേഗം ഉത്തരം കിട്ടുന്നതാണ് എന്ന് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. ഇതിന്റെ മഹത്വം ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക, അവരൊക്കെ പഠിക്കട്ടെ. അത് മഹത്തുക്കൾ പറയുന്നു, നിന്റെ മനസ്സിലുള്ള ആഗ്രഹം ഏതാണോ, മഴ പെയ്യുന്ന സമയത്ത് 100 പ്രാവശ്യം സൂറത്തുൽ ഖദർ നീ ഓതിയിട്ട് അല്ലാഹുവോട് ചോദിച്ചാൽ നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ കാര്യം അല്ലാഹു സാധിപ്പിച്ചിരിക്കുന്നതാണ്. അത്ര മഹത്വമുള്ള ഒരു സൂറത്താണ്. പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, നിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സകല മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സകല മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരവേദനകളെ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുള്ള കടങ്ങളൊക്കെ നീ വീട്ടി തരണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തി എത്രയോ മക്കളുടെ ഭവനങ്ങളിലാണ്, അവരിലേക്കെല്ലാം സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.